ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് 1, 3, 4. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോ രൂപീകരണം. 2. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, തന്നിരിക്കുന്നവയൊന്നും ശരിയല്ല. 3. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി ആണ് 4 മാത്രം. അപ്പോൾ ഒന്നാമത്തെ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണിത്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിൻ്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. 4ാമത്തെ ക്വസ്റ്റ്യൻ, ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവരല്ല. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ എന്നിവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ. 5ാമത്തെ ക്വസ്റ്റ്യൻ, റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ബി ആണ് 1ഉം 3ഉം മാത്രം. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ലെനിൻ സർക്കാരിൻ്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. 6 ക്വസ്റ്റ്യൻ ക്യാൻസൽ. 7. നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിൽ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കുന്നതിലേക്ക് നയിച്ചു. 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? ആൻസർ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്താവനകളെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത്. ഓപ്ഷൻ ബി തെറ്റാണ്. ശരിയായവ: 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്തു പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായത്? ഇതിൽ 1, 2, 3. ആൻസർ സി ആണ്. 1, 2, 3 ആണ് 1857 കലാപത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതി ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. അവ കൃത്യമായ ഉയരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റം കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിലും കാലാവസ്ഥാ രൂപീകരണ പ്രക്രിയകളിലും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ബി ആണ്. ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതലന രൂപീകരണത്തിനും കാരണമാകുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ആൻസർ ബി ആണ്. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിൻ്റെ വഴിത്തിരിവ്, മഴ, നിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാരതീയ മൺസൂണിൻ്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഓപ്ഷൻ ബി ആണ്. അന്തർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിൻ്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രത്യാഘാതങ്ങൾ, ENSO സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്.
15ാമത്തെ ക്വസ്റ്റ്യൻ പാലക്കാട് ചുരത്തിലെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് കാലാവസ്ഥാ ഗേറ്റ്വേയുമായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. 16 താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഘടകമൂല്യത്തിൻ്റെ അറ്റ് ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. 17 ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ ഡി ആണ് 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 18ാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ച് സത്യമായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം 1ഉം 3ഉം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. 19 നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരി. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെയുള്ള ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനം, ഫീസ്, നിക്ഷേപം എന്നിവ വഴി ലഭിക്കുന്നതാണ്. 20 വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം വരുമാന ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചെലവാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്നതിൽ ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം 1ഉം 2ഉം. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പും ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പുമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്. 22 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ഉത്തരം. അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. 23ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 വകുപ്പ് വൽക്കരണത്തിൻ്റെ 4 സംവിധാനങ്ങൾ 4PS എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? 24ൻ്റെ ഉത്തരം സി ആണ്. 1ഉം 3ഉം 4ഉമാണ്. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 25 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. ഓപ്ഷൻ എ ഓൺലി 1 ആണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. 26ാമത്തെ ക്വസ്റ്റ്യൻ 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം 4ഉം. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. 27 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്? ഓപ്ഷൻ സി നവംബർ 26 1949 അംഗീകരിച്ചു. ജനുവരി 26 1950 നിലവിൽ വന്നു. 28 ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പാക്കാനുള്ള വകുപ്പ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 386. 29ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. 30 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 31ാമത്തെ ക്വസ്റ്റ്യൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെ താൻ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ എ ദുരവസ്ഥ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഓപ്ഷൻ സി പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നായകൻ ആര്? അയ്യ വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ഡി ഉത്തരം. 34 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്ന PJ ആൻ്റണിയുടെ സിനിമ ഏത്? ഓപ്ഷൻ സി നിർമാല്യം. 35 അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ? ഓപ്ഷൻ എ സമുദ്രശില. 36 ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. 37 ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി. 38ാമത്തെ ക്വസ്റ്റ്യൻ ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വോളിബോൾ. 40 ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി ഏത്? ഓപ്ഷൻ ഡി കബഡി. 41 താഴെ പറയുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല.
42 ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഓപ്ഷൻ എ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. 43 ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി 1, 2, 3 മാത്രം. മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം. 44 ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ സി സൈബർ ബുള്ളിയിങ്. 45 ലാൻ, വാൻ എന്നിവ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം. വാൻ ലാൻ എന്നേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിന് വാനിനേക്കാൾ വേഗത ഉണ്ട്. 46 ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3, 5 ശരി. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു. ഇത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. 5 ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവശ്യവും അവബോധവും സൃഷ്ടിക്കുന്നു. 47 ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=G m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടൻ്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇതിൽ G ആൻഡ് R യഥാക്രമം ഡാഷ് ആകുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. ന്യൂട്ടോണിയൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം 6.674 × 10⁻⁻11 m3/കിലോഗ്രാം സെക്കൻഡ്². ആൻഡ് പിണ്ഡ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. 48 ക്വസ്റ്റ്യൻ, ആഗോളതാപന സാധ്യതകൾ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. 1, 4, 5 ആണ് ശരി. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP എപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റം സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്ഭവനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. 49 IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിങ്ങുകൾ തിരിച്ചറിയുക. ഓപ്ഷൻ എ ആണ്. ആക്റ്റീവ് അബ്സോർപ്ഷൻ അപ്റ്റാമേഴ്സ്, എക്സിൻസ്, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. 50 2016 ആധുനിക ആവർത്തന പട്ടികയിലെ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ലിവർമോറിയം. 51 ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമാകും? ഓപ്ഷൻ സി 7. ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87% ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും? ഓപ്ഷൻ ബി 56. 5 പുരുഷരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ഓപ്ഷൻ ബി 39. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ 5ാം പദവും 8ാം പദവും യഥാക്രമം 27ഉം 729 അതിൻ്റെ 11ാമത്തെ പദം എത്ര? ഓപ്ഷൻ എ 19,683. 0.004 എത്ര മടങ്ങ് വലുതാണ്? 0.18. ഓപ്ഷൻ ഡി 45. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൻ്റെ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എന്താണ്? ഓപ്ഷൻ എ 1.5 രൂപ. 57 ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? ഓപ്ഷൻ ബി 6,94,575. ഒരു വസ്തു 58 ക്യാൻസലാണ്. 59 വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി പ്രായം 64. ഒരു അംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62ആയി കുറയുന്നു എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്ര? ഓപ്ഷൻ ഡി 80. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ നീളത്തിലും വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. 61 ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരിയിൽ കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം? ഓപ്ഷൻ ബി 36. 85 × 87 × 89 × 91 × 95 × 96 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര? ഓപ്ഷൻ എ 0. 63 ABCDEF എന്നീ 2 3 അക്ക സംഖ്യകളിൽ ABCDEF എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ ABC + DEF 1111 എങ്കിൽ A + B + C + D + E + Fൻ്റെ മൂല്യം എന്താണ്? ഓപ്ഷൻ ഡി 31. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? ഓപ്ഷൻ ഡി 150. ഒരു ക്ലോക്കിൽ 5 മണി എടുക്കാൻ 8 സെക്കൻഡും അതേ ക്ലോക്കിൽ 10 മണി എടുക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ഓപ്ഷൻ സി 18.
66. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടറ്റത്തു നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഓപ്ഷൻ സി 17. 67. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? ഓപ്ഷൻ സി 19. 68ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 69. ഒരു ടാങ്കിൽ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 150 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിൽ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി 1/3. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1, 6, 13, 24, 41 ഡാഷ്. ഓപ്ഷൻ സി 66. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഓപ്ഷൻ സി ആണ്. ബോത്ത് 2ഉം 3ഉമാണ് ശരി. ആറിൻ്റെ ഐയും ചോദിക്കാം, ഐയും ചോദിക്കാം. 72. സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. റിഫ്രെയിൻ ഫ്രം ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക് ഡാഷ്. ക്വസ്റ്റ്യൻ വേർഡാണ്. ഓപ്ഷൻ ബി ആണ്. ഡിഡിൻറ്റ് ദേ. 74. വേർ ഈസ് ദ ബസ് സ്റ്റാൻഡ് സെയ്ഡ് ദ യങ് മാൻ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓപ്ഷൻ സി. ദ യങ് മാൻ വാൻറ്റഡ് ടു നോ വേർ ദ ബസ് സ്റ്റാൻഡ് വാസ്. 75. ദ സിംഗർ പെർഫോംഡ് ഡാഷ്. ഡി ആണ് ഉത്തരം. മെലഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours. 76. ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ഡാഷ് കയാക്കിംഗ് ഡാഷ് കനോയിങ് ടു നോ ദ ഡിഫറൻസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബോത്ത് ആൻഡ്. 77. ദർ ആർ നോ ലെസ് ദാൻ 50 പാക്കറ്റ്സ് ഓഫ് നൂഡിൽസ് ഇൻ ദ കാർട്ടൂൺ. ഓപ്ഷൻ ബി. ദർ ആർ നോ ഫ്യൂവർ. ഇതിനെ കറക്റ്റ് സെൻറ്റൻസ് ആക്കാനാണ്. ഓപ്ഷൻ ബി. ദർ ആർ നോ ഫ്യൂവർ ദാൻ 50 പാക്കറ്റ്സ് ഓഫ് നൂഡിൽസ് ഇൻ ദ കാർട്ടൺ. 78. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years. ഓപ്ഷൻ ബി. വിൽ ഹാവ് ബീൻ പ്ലേയിങ്. 79. ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്ഷൻ എ. ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് ടുഡേ. 80ാമത്തെ ക്വസ്റ്റ്യൻ. ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. കറക്റ്റ് ദ സെൻറ്റൻസ്. ഓപ്ഷൻ സി. ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസ്. 81. Yesterday, Tim parked in a restricted area and the police dash his truck. Choose the word that best completes the sentence. A ആണ്. Impounded. 82. I was dash when they rang up and informed that I had won a lottery. Choose the correct idiom. Option B ആണ്. On cloud 9. 83. It was her first appearance in public as a performer in Bollywood movies. Give one word for the word in italics. അത് ഫസ്റ്റ് അപ്പിയറൻസിൻ്റെ വൺ വേർഡ്. ഓപ്ഷൻ സി ആണ്. ഡിബറ്റ്. 84. ക്യാൻസൽ ആണ് ക്വസ്റ്റ്യൻ. 85. ദ വെദർ ഈസ് സ്യൂട്ടബിൾ ഫോർ sowing seeds. Choose a similar word for the underlined word suitable. Option B. Congenial. 86. ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്റ്റ്ലി. ഓപ്ഷൻ ബി ആണ്. എൻ്റർപ്രണറിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. 87. റെസ്പോണ്ടസ് വിൽ വാസ് പ്ലേറ്റ് മീൻസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആൻസർ പ്ലീസ്. 88. ദ തീവ്സ് ഡാഷ് ദ അപ്പാർട്ട്മെൻറ്റ് വൈൽ ദ ഫാമിലി വാസ് ഓൺ എ വെക്കേഷൻ. ഓപ്ഷൻ എ ആണ്. ബ്രോക്ക് ഇൻ ടു. 89. ആൻറ്റിനാസ് ഡാഷ് ആബിൾ cockroaches to sense their surroundings. Choose the correct prefix. ഓപ്ഷൻ സി ആണ്. ഇനാബിൾ ആണ്. ഓപ്ഷൻ സി. EN. 90. ദ ഫിനോമിന ഓഫ് ഗ്ലോയിങ് സീ വാട്ടർ സിഗ്നിഫൈസ് ചേഞ്ചസ് ഇൻ ദ മെറൈൻ എൻവയറോൺമെൻറ്റ്. ഐഡൻറ്റിഫൈ ദ പ്ലൂറൽ ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഫ്രം ദ ഗിവൺ ചോയ്സസ്. ഫിനോമിനോൻ്റെ പ്ലൂറൽ. ബി ആണ് ഉത്തരം. ഫിനോമിന. 91. താഴെ പറയുന്നവരിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷ പദരൂപം ഏത്? ഓപ്ഷൻ ബി. മാനക ഭാഷ. 92. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷക. 93. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി. താഴെ പ്ലസ് കോല്. 94. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? ഓപ്ഷൻ ഡി. വിദ്യാർത്ഥി. 95. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. 96. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തതേത്? ഓപ്ഷൻ എ. മാരാർ. 97. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? സി. പാർവതി ജായയായിട്ടുള്ളവൾ. 98. സർപ്പജ്ഞായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. 99. പ്ലസ് മാനം എന്നീ ശബ്ദം കൂട്ടിച്ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപമാണ്. ഓപ്ഷൻ ഡി. പ്രമാണം. തുടക്കം മുതൽ തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? സി. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. താങ്ക് യു ഫ്രണ്ട്സ്.